സോ നമ്മൾ ക്രിട്ടിക്കൽ വെലോസിറ്റി അതുപോലെ തന്നെ ക്രിട്ടിക്കൽ ഡെപ്തിനുള്ള എക്സ്പ്രഷനൊക്കെ കണ്ടുപിടിച്ചു അല്ലേ. സോ ഇനി നമ്മൾ പറയുന്നത് മിനിമം സ്പെസിഫിക് എനർജി ഇൻ ടേംസ് ഓഫ് ക്രിട്ടിക്കൽ ഡെപ്ത് ആണ്. നമുക്ക് മിനിമം സ്പെസിഫിക് എനർജീൻ്റെ ഇക്വേഷൻ നമുക്ക് അറിയാം. നമുക്ക് h+v²/2g അതിന് നമ്മൾ വിക്ക് നമ്മൾ ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ q/h സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ സ്പെസിഫിക് എനർജി നമ്മൾ h+q²/2gh² എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു അല്ലേ ഓൾറെഡി. അപ്പോൾ അതിൽ നമുക്ക് അതിനെ നമ്മൾ ഇൻ ടേംസ് ഓഫ് ക്രിട്ടിക്കൽ ഡെപ്ത് ആയിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്പെസിഫിക് എനർജി മിനിമം ആകുമ്പോൾ എച്ച് എന്താവും? ക്രിട്ടിക്കൽ ഡെപ്ത് ആവും അല്ലേ, HC ആവും. സോ ഇക്വേഷൻ മാറും, എന്താണ്? HC+q²/2gHc². സോ നമുക്ക് ഓൾറെഡി നമുക്ക് HC ക്രിട്ടിക്കൽ ഡെപ്തിൻ്റെ ഇക്വേഷൻ നമുക്ക് അറിയാം, എന്താണ്? q²/g⁴ അല്ലെങ്കിൽ ക്യൂബ് റൂട്ട് അല്ലേ. സോ HCൻ്റെ വാല്യൂ നമുക്ക് അറിയാം. സോ HC ക്യൂബ് ഈസ് ഈക്വൽ ടു എന്താണെന്ന് നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നു. HC ക്യൂബ് ഈസ് ഈക്വൽ ടു q²/g. ഓക്കെ, സോ അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. HC എന്നുള്ളതിനെ നമ്മൾ ക്യൂബ് എടുക്കുമ്പോൾ HC ക്യൂബ് ഈസ് ഈക്വൽ ടു റൈറ്റ് സൈഡിലെ ക്യൂബ് റൂട്ട് ഒഴിവാക്കാൻ അല്ലേ, HC ക്യൂബ് ഈസ് ഈക്വൽ ടു q²/g. സോ നമ്മൾ ഈ HC ക്യൂബ് q²/g എന്ന് പറയും. അപ്പോൾ നമുക്കിവിടെ സ്പെസിഫിക് എനർജി മിനിമത്തിൻ്റെ ഇക്വേഷനിൽ ഒരു q²/g ഉണ്ടല്ലേ. ഇവിടെ നിങ്ങൾക്ക് q²/2g HC² നിങ്ങൾക്കൊരു q²/g കാണാം. ആ q²/g എന്നുള്ളതിന് നമ്മൾ HC ക്യൂബ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ HC പ്ലസ് HC ക്യൂബ് / 2HC² എന്ന് വരും. സോ ഇവിടെ HC താഴെയും മുകളിലും ഒരു HC² ഉണ്ട്. അത് ക്യാൻസൽ ചെയ്യുമ്പോൾ HC പ്ലസ് HC / 2 എന്ന് വരും. ദാറ്റ് മീൻസ് എന്താണ്? 3/2 HC എന്ന് വരും. സോ മിനിമം സ്പെസിഫിക് എനർജി ഈസ് ഈക്വൽ ടു എന്താണ്? 3/2 ഓർ 1.5 ടൈംസ് ഓഫ് ക്രിട്ടിക്കൽ ഡെപ്ത് ആണ് മിനിമം സ്പെസിഫിക് എനർജി എന്ന് പറയുന്നത്. സോ സ്പെസിഫിക് എനർജി മിനിമം ഇൻ ടേംസ് ഓഫ് ക്രിട്ടിക്കൽ ഡെപ്ത് കിട്ടിയല്ലോ. മിനിമം സ്പെസിഫിക് എനർജി ഈസ് ഈക്വൽ ടു 1.5 ടൈംസ് ക്രിട്ടിക്കൽ ഡെപ്ത് അല്ലെങ്കിൽ 3/2 HC. സോ അപ്പോൾ നമുക്ക് ഈ ഒരു എക്സ്പ്രഷൻസ് ഒക്കെ കിട്ടി, ക്രിട്ടിക്കൽ ഡെപ്തും ക്രിട്ടിക്കൽ വെലോസിറ്റി എല്ലാം കിട്ടി. അപ്പോൾ നമ്മൾ പ്രോബ്ലംസ് ഒക്കെ ചോദിക്കുമ്പോൾ ഡയറക്റ്റ്ലി ഇക്വേഷൻ വെച്ചിട്ട് പ്രോബ്ലം ചെയ്യാം. ഇപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിനകത്ത് സ്പെസിഫിക് എനർജിയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. റെക്റ്റാങ്കുലർ ചാനലാണ്, അതിൻ്റെ ഡയമെൻഷനും ഡിസ്ചാർജും ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്പെസിഫിക് എനർജിയുടെ ഇക്വേഷൻ h+v²/2gയിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കാം. ഇതിനകത്ത് വെലോസിറ്റി തന്നിട്ടില്ല, വെലോസിറ്റിക്ക് പകരം ഡിസ്ചാർജ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വിഡ്ത്തും ഡെപ്ത് ഓഫ് ഫ്ലോയും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാമല്ലോ. സോ q/ഏരിയ ചെയ്ത് കഴിഞ്ഞാൽ റെക്റ്റാങ്കുലർ ചാനലാണ്, ഏരിയ b/h ആണല്ലോ. അപ്പോൾ നമുക്ക് വെലോസിറ്റി കിട്ടും. വെലോസിറ്റി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എനർജി കണ്ടുപിടിക്കാം. അപ്പോൾ പിന്നെ ഒരു പ്രോബ്ലം തന്നിട്ടുണ്ട്. അതിനകത്ത് ക്രിട്ടിക്കൽ ഡെപ്തും അതുപോലെ തന്നെ ക്രിട്ടിക്കൽ വെലോസിറ്റിയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ക്വസ്റ്റ്യനിൽ ഡിസ്ചാർജ് തന്നിട്ടുണ്ട്, വിഡ്ത്ത് ഓഫ് ചാനലൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇക്വേഷൻ നമുക്കറിയാം, നമ്മുടെ ഇക്വേഷൻ അറിയാം. ക്രിട്ടിക്കൽ ഡെപ്തിനുള്ള ഇക്വേഷൻ HC ഈക്വൽ ടു q²/g⁴ ആണ്. VCക്കുള്ള ഇക്വേഷൻ √g/HC ആണ്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞ ഇക്വേഷൻസ് ആണ്. സോ ഇതിനകത്ത് നമുക്ക് സ്മോൾ q അറിയണം അല്ലേ. നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? ക്യാപിറ്റൽ Q ആണ്. അപ്പോൾ സ്മോൾ q എന്ന് പറയുന്നത് ഡിസ്ചാർജ് പെർ യൂണിറ്റ് വിഡ്ത്ത് ആണ്. അതായത് ക്യാപിറ്റൽ Q / B ആണ് സ്മോൾ q എന്ന് പറയുന്നത്. അപ്പോൾ ക്വസ്റ്റ്യനിൽ ക്യൂവും ബിയും തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് സ്മോൾ q കണ്ടുപിടിക്കാം. ഫസ്റ്റ് സ്മോൾ q കണ്ടുപിടിച്ചതിന് ശേഷം, അല്ലെങ്കിൽ ഡിസ്ചാർജ് പെർ യൂണിറ്റ് വിഡ്ത്താണ് സ്മോൾ q, അത് കണ്ടുപിടിച്ചതിന് ശേഷമാണ് ക്രിട്ടിക്കൽ ഡെപ്തിൻ്റെയും ക്രിട്ടിക്കൽ വെലോസിറ്റിയുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ വീണ്ടും ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ആ ക്വസ്റ്റ്യനകത്ത് ഇതേപോലെ റെക്റ്റാങ്കുലർ ചാനലാണ് പറയുന്നത്. അതിനകത്ത് നമുക്ക് സ്പെസിഫിക് എനർജി കണ്ടുപിടിക്കാൻ പറയുന്നുണ്ട്. സ്പെസിഫിക് എനർജീൻ്റെ ഇക്വേഷൻ അറിയാലോ, ഇക്വേഷൻ അറിയാം. ഡിസ്ചാർജ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ h+v²/2g കാണണമെങ്കിൽ നമുക്ക് വെലോസിറ്റി ആദ്യം കണ്ടുപിടിക്കണം. റെക്റ്റാങ്കുലർ ചാനലാണ്, അപ്പോൾ ഡിസ്ചാർജ് ബൈ ഏരിയ ആണ് വെലോസിറ്റി. ഏരിയ എന്ന് പറയുന്നത് റെക്റ്റാങ്കുലറിന് b/h ആണ്. അതും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് വെലോസിറ്റി കിട്ടും. അത് സ്പെസിഫിക് എനർജീൻ്റെ ഇക്വേഷൻ h+v²/2gയിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്പെസിഫിക് എനർജി കിട്ടും, സ്പെസിഫിക് എനർജി ഓഫ് ഫ്ലോ. പിന്നെ നമുക്ക് കണ്ടുപിടിക്കേണ്ട ക്രിട്ടിക്കൽ ഡെപ്തും വാല്യൂ ഓഫ് മിനിമം സ്പെസിഫിക് എനർജി. ക്രിട്ടിക്കൽ ഡെപ്ത്, ക്രിട്ടിക്കൽ വെലോസിറ്റി, അതിനുള്ള ഇക്വേഷൻ എന്താണ്? HC VC ഇക്വേഷൻ അറിയാം, അതിൽ ഡയറക്റ്റ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആ വാല്യൂസ് കിട്ടും. ഇനി മിനിമം സ്പെസിഫിക് എനർജി, ഈ മിനിമം കണ്ടുപിടിക്കണം.
അപ്പോൾ നമുക്ക് ക്രിട്ടിക്കൽ ഡെപ്ത് എച്ച് സി നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ. അപ്പോൾ നമ്മൾ ഒരു ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്, സ്പെസിഫിക് എനർജി മിനിമം വാല്യൂ ഓഫ് സ്പെസിഫിക് എനർജി ഈസ് ഈക്വൽ ടു 3/2 ടൈംസ് ഓഫ് ക്രിട്ടിക്കൽ ഡെപ്ത് ആണെന്ന് നമ്മളൊരു എക്സ്പ്രഷൻ എഴുതിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു എക്സ്പ്രഷനിൽ നിന്നും നമുക്ക് എച്ച് സി കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ മിനിമം സ്പെസിഫിക് എനർജി കണ്ടുപിടിക്കാം. 3/2 ടൈംസ് എച്ച് സി എത്രയാണ്? 0.71. അപ്പോൾ നമുക്ക് ഈ ഒരു എക്സ്പ്രഷനും നമ്മൾ യൂസ് ചെയ്തു. അതിനാണ് നമ്മൾ സ്പെസിഫിക് എനർജി ഇൻ ടേംസ് ഓഫ് ക്രിട്ടിക്കൽ ഡെപ്ത് കണ്ടുപിടിച്ചത് അല്ലേ. സോ നമുക്ക് എന്ത് കിട്ടി? മിനിമം സ്പെസിഫിക് എനർജി കൂടെ കിട്ടി. സോ അതാണ് ആ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് അറിയാനുള്ളത് വെലോസിറ്റി തന്നിട്ടില്ലെങ്കിൽ ഡിസ്ചാർജ് ഏരിയ എന്ന് അത് കണ്ടുപിടിക്കുക. സ്മോൾ ക്യൂ ഡിസ്ചാർജ് പെർ യൂണിറ്റ് വിഡ്ത്ത് തന്നിട്ടില്ലെങ്കിൽ ക്യാപിറ്റൽ ക്യൂ ബൈ വിഡ്ത്ത് ചെയ്തിട്ട് അതും കണ്ടുപിടിക്കുക. ഇത് രണ്ടും കണ്ടുപിടിക്കാനേ ഉണ്ടാവുള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് അറിയുന്ന ഇക്വേഷൻസ് ആണ്. ആ ഇക്വേഷൻസിൽ ഡയറക്റ്റ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. സോ അപ്പോൾ നമ്മളിവിടെ ക്രിട്ടിക്കൽ ഫ്ലോ നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞു, സ്പെസിഫിക് എനർജി മിനിമം ആവുന്ന ഫ്ലോ ആണ് ക്രിട്ടിക്കൽ ഫ്ലോ. അതായത് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഫ്ലോ അറ്റ് വിച്ച് ദ സ്പെസിഫിക് എനർജി ഈസ് മിനിമം ഓർ ദ ഫ്ലോ കറസ്പോണ്ടിങ് ടു ക്രിട്ടിക്കൽ ഡെപ്ത് ഈസ് ഡിഫൈൻഡ് ആസ് ക്രിട്ടിക്കൽ ഫ്ലോ. സോ നമുക്ക് ഓൾറെഡി നമ്മൾ പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ നമ്മൾ ക്രിട്ടിക്കൽ വെലോസിറ്റിയെ നമ്മൾ വി സി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ജി ഇൻറ്റു എച്ച് സി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് വി സി ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ജി ഇൻറ്റു എച്ച് സി, വി സി ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് ജി ഇൻറ്റു എച്ച് സി ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. സോ ഈ വി സി ബൈ റൂട്ട് ഓഫ് ജി ഇൻറ്റു എച്ച് സിയെ നമ്മൾ പറയുന്ന പേരാണ്, അതൊരു ഫ്രോഡ് നമ്പർ എന്നാണ് നമ്മളതിനെ പറയുന്നത്. നമ്മളതിനെ ഡിനോട്ട് ചെയ്യുന്നത് ഫ്രോഡ് നമ്പർ എന്നാണ്. അപ്പോൾ നമ്മൾ ഇനീഷ്യലി നമ്മൾ ക്രിട്ടിക്കൽ, സബ് ക്രിട്ടിക്കൽ, സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോ എന്നതിനെ നമ്മൾ ഫ്രോഡ് നമ്പർ വെച്ചിട്ട് നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ആ ഒരു ഫ്രോഡ് നമ്പർ എന്ന് പറയുന്നത്, വി സി ബൈ റൂട്ട് ജി ഇൻറ്റു എച്ച് സി. സോ ഇവിടെ എന്താണ്? വി സി ബൈ റൂട്ട് ജി ഇൻറ്റു എച്ച് സി ഈസ് ഈക്വൽ ടു 1 ആണ്. അപ്പോൾ ക്രിട്ടിക്കൽ വെലോസിറ്റി വരുമ്പോൾ 1 ആണ് പറയുന്നത്, ക്രിട്ടിക്കൽ ഫ്ലോയിൽ 1 ആണ്. സോ ദാറ്റ് മീൻസ് ഫ്രോഡ് നമ്പർ ഈസ് ഈക്വൽ ടു 1 ആണെന്ത്? ക്രിട്ടിക്കൽ ഫ്ലോ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ഫ്ലോ ആണെങ്കിൽ അവിടെ ഫ്രോഡ് നമ്പർ ഈസ് ഈക്വൽ ടു 1 ആണ്. അത് ഈ ഒരു എക്സ്പ്രഷനാണ് നമുക്ക് കിട്ടിയത് അല്ലേ. ഇതാണ് ഫ്രോഡ് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫ്രോഡ് നമ്പർ 1 ആകുമ്പോൾ എഫ് ഈസ് ഈക്വൽ ടു 1 ആകുമ്പോഴാണ് എന്ത്? ക്രിട്ടിക്കൽ ഫ്ലോ. ഇനി അതേ ഫ്രോഡ് നമ്പർ വെച്ചിട്ട് നമ്മൾ പറയുകയാണ് സബ് ക്രിട്ടിക്കൽ ഫ്ലോ എന്താണ്, സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോ എന്താണെന്നുള്ളത് പറയുന്നുണ്ട് അല്ലേ. സോ നമുക്ക് സ്ട്രീമിംഗ് ഫ്ലോ എന്നുകൂടെ സബ് ക്രിട്ടിക്കൽ ഫ്ലോയിനെ പറയാം. അതേപോലെ തന്നെ ട്രാങ്ക്വിൽ ഫ്ലോ എന്നും സബ് ക്രിട്ടിക്കൽ ഫ്ലോയിനെ പറയാം. അപ്പോൾ അതിൻ്റെ ഡിഫറെൻറ്റ് പേരുകളൊന്ന് ഓർത്ത് വെക്കുക, കൺഫ്യൂഷൻ ആവരുത്. വെൻ ദ ഡെപ്ത് ഓഫ് ഫ്ലോ ഇൻ എ ചാനൽ ഈസ് ഗ്രേറ്റർ ദാൻ ദ ക്രിട്ടിക്കൽ ഡെപ്ത്, ഡെപ്ത് ഓഫ് ഫ്ലോ ഇൻ എ ചാനൽ ഈസ് ഗ്രേറ്റർ ദാൻ ദ ക്രിട്ടിക്കൽ ഡെപ്ത് ആണെങ്കിൽ, ക്രിട്ടിക്കൽ ഡെപ്തിനേക്കാൾ കൂടുതലാണ് ഡെപ്ത് ഓഫ് ഫ്ലോ എങ്കിൽ എന്താണ്? ഫ്ലോ ഈസ് സെറ്റ് ടു ബി സബ് ക്രിട്ടിക്കൽ ഫ്ലോ ഓർ സ്ട്രീമിംഗ് ഫ്ലോ ഓർ ട്രാങ്ക്വിൽ ഫ്ലോ. ഓക്കെ, ഈ ഒരു കേസിൽ ഫ്രോഡ് നമ്പർ ലെസ് ദാൻ 1 ആണ്, അല്ലെങ്കിൽ ഫ്രോഡ് നമ്പർ ലെസ് ദാൻ 1 വരുന്ന കേസിലുള്ള ഫ്ലോ ആണ് സബ് ക്രിട്ടിക്കൽ. അതേപോലെ തന്നെ ഈ ഒരു കണ്ടീഷൻ നോക്കുക, സൂപ്പർ ക്രിട്ടിക്കൽ എന്ന് പറയുന്ന കേസിൽ നമുക്ക് എന്താണ്? ക്രിട്ടിക്കൽ ഡെപ്തിനേക്കാൾ എന്താണ്? വെൻ ദ ഡെപ്ത് ഓഫ് ഫ്ലോ ഇൻ എ ചാനൽ ഈസ് ലെസ് ദാൻ ദ ക്രിട്ടിക്കൽ ഡെപ്ത്, അങ്ങനെയാണെങ്കിൽ എന്താണത്? സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോ ആണ്. അതിൻ്റെ മറ്റേ പേരെന്താണ്? ഒന്ന് ഷൂട്ടിംഗ് ഫ്ലോ അല്ലെങ്കിൽ ടൊറൻഷ്യൽ ഫ്ലോ. അവിടെ ഫ്രോഡ് നമ്പർ ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും, അല്ലെങ്കിൽ ഫ്രോഡ് നമ്പർ ഗ്രേറ്റർ ദാൻ 1 വരുന്ന ഫ്ലോ ആണെന്ത്? സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോ. ഓക്കെ, ഇനി ഇവിടെ ആൾട്ടർനേറ്റീവ് ഡെപ്ത് എന്ന് പറഞ്ഞിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇൻ ദ സ്പെസിഫിക് എനർജി കർവിൽ ദ പോയിന്റ് സി കറസ്പോണ്ട്സ് ടു മിനിമം സ്പെസിഫിക് എനർജി ആൻഡ് ദ ഡെപ്ത് ഓഫ് ഫ്ലോ അറ്റ് സി ഈസ് കോൾഡ് ക്രിട്ടിക്കൽ ഡെപ്ത്. അത് ഓൾറെഡി നമ്മൾ കർവ് വെച്ച് പറഞ്ഞു. ഫോർ എനി അതർ വാല്യൂ ഓഫ് സ്പെസിഫിക് എനർജി ദർ ആർ 2 ഡെപ്ത്. അപ്പോൾ ആ ഒരു പോയിന്റ് ഒഴിച്ച് ബാക്കി എല്ലാ സ്പെസിഫിക് എനർജീൻ്റെ വാല്യൂവിനും 2 ഡെപ്ത് ഉണ്ട് അല്ലേ. അതാണ് ആൾട്ടർനേറ്റീവ് ഡെപ്ത് എന്ന് പറയുന്നത്. 1 ഗ്രേറ്റർ ദാൻ ദ ക്രിട്ടിക്കൽ ഡെപ്ത് ആൻഡ് അതർ സ്മോളർ ദാൻ ദ ക്രിട്ടിക്കൽ ഡെപ്ത്. These 2 depths for a given specific energy are called the alternate depth. These depths are shown as H1 and H2 or the depths corresponding to points G and H in figure are called alternate depth. അപ്പോൾ നമുക്ക് ആ ഒരു ഫിഗർ ജസ്റ്റ് ഒന്ന് നോക്കാം. ഫിഗർ എവിടെയായിരുന്നു?
ഓക്കെ, ഈ ഒരു ഫിഗറിൽ നിങ്ങൾക്ക് കാണാം ഈ ഒരു സ്പെസിഫിക് എനർജി കർവിൻ്റെ ഈ ഒരു ഏറ്റവും ലെഫ്റ്റിലുള്ള പോയിന്റിൽ സി എന്ന് പറയുന്ന പോയിന്റ്, അവിടെ ഈ സ്പെസിഫിക് എനർജി മിനിമം സ്പെസിഫിക് എനർജിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിൻ്റാണ് സി. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെപ്താണ് ക്രിട്ടിക്കൽ ഡെപ്ത് എച്ച് സി. പക്ഷേ നിങ്ങൾ നോക്കുക, ഈ മിനിമം സ്പെസിഫിക് എനർജി കഴിഞ്ഞ് റൈറ്റിലോട്ട് പോകുമ്പോൾ പിന്നെ എല്ലാ സ്പെസിഫിക് എനർജി, ഒരു ഗിവൺ സ്പെസിഫിക് എനർജി വാല്യൂ, സപ്പോസ് ഇവിടെയുള്ള ഒരു സ്പെസിഫിക് എനർജി വാല്യൂവിന് ഈ ഒരു ഗ്രാഫ് നമ്മൾ മുകളിലോട്ടേക്ക് പോകുമ്പോൾ 2 ഡെപ്ത് കിട്ടും. അതായത് ഒന്ന് ഗ്രാഫിൻ്റെ ഈ ബോട്ടം പോർഷനെ കട്ട് ചെയ്യുന്നതും മുകളിലത്തെ പോർഷനും അത് കട്ട് ചെയ്യുന്നുണ്ടല്ലേ, കാരണം ഇങ്ങനെയാണ് ഗ്രാഫിൻ്റെ ഷേപ്പ് വരുന്നത്, കർവിൻ്റെ ഷേപ്പ് വരുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു ഗിവൺ സ്പെസിഫിക് എനർജി എടുക്കുക, അതിനെ ജി എന്ന പോയിന്റിലും കർവ് കട്ട് ചെയ്യുന്നുണ്ട്, എച്ച് എന്ന പോയിന്റിലും കർവ് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ 2 ഡെപ്ത് ഓഫ് ഫ്ലോ കിട്ടും. ഒന്ന് H1 എന്നിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ജിക്ക് കറസ്പോണ്ടിങ് ആയിട്ട്, എച്ചിന് കറസ്പോണ്ടിങ് ആയിട്ട് H2 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതാണ് ഈ ഒരു ഗിവൺ സ്പെസിഫിക് എനർജിക്കുള്ള ആൾട്ടർനേറ്റ് ഡെപ്തുകൾ. ഓക്കെ, അതാണ് H1 H2. സോ ആൾട്ടർനേറ്റ് ഡെപ്ത്സ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്, ഇവിടെ 2 ഡെപ്ത് വരുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഈ ഒരു ക്രിട്ടിക്കൽ ഡെപ്തിന് മുകളിലും ഒന്ന് ക്രിട്ടിക്കൽ ഡെപ്തിന് താഴെയാണ്. സോ അതാണ് ആൾട്ടർനേറ്റ് ഡെപ്ത്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇനി നമ്മളൊരു കണ്ടീഷൻ പറയുകയാണ്, മാക്സിമം ഡിസ്ചാർജിനുള്ള കണ്ടീഷൻ. ഒരു ഗിവൺ വാല്യൂ ഓഫ് സ്പെസിഫിക് എനർജിയിൽ മാക്സിമം ഡിസ്ചാർജിനുള്ള കണ്ടീഷൻ എന്താണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത് അല്ലേ. ഒരു ഗിവൺ സ്പെസിഫിക് എനർജി പറയാണ്, അവിടെ എന്താണ് മാക്സിമം ഡിസ്ചാർജ് ഉണ്ടാവാനുള്ള ഒരു കണ്ടീഷൻ. മാക്സിമം ഡിസ്ചാർജ് കിട്ടാനുള്ള കണ്ടീഷൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഫ്ലോയിൻ്റെ കേസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ ഒരു ഗിവൺ സ്പെസിഫിക് എനർജി വാല്യൂവിൽ മാക്സിമം, ആ ഒരു ഗിവൺ സ്പെസിഫിക് എനർജി വാല്യൂവിൽ മാക്സിമം ഡിസ്ചാർജ് കിട്ടണമെങ്കിൽ എന്തായിരിക്കണം. സോ നമുക്ക് സ്പെസിഫിക് എനർജീൻ്റെ ഇക്വേഷൻ അറിയാം, H+V²/2g ആണ്. ഇതിനകത്ത് വെലോസിറ്റി എന്ന് പറയുന്നത് Q/A ആണ്. ദാറ്റ് ഈസ് Q/ ഏരിയ ഓഫ് റെക്റ്റാങ്കുലർ എന്ന് പറയുന്നത് റെക്റ്റാങ്കുലർ സെക്ഷൻ B/H ആണ് അല്ലേ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു H+Q²/B²H² ഇൻറ്റു 1/2g. വിക്ക് ആ ഒരു വാല്യൂ കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. V²/2g ഇങ്ങനെയായി മാറും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു H+Q²/2gB²H². അപ്പോൾ ഇതിൽ നമുക്ക് Q² എഴുതാം അല്ലേ. E ഈസ് ഈക്വൽ ടു ഈ ഒരു ഇക്വേഷൻ, H+ ഈ ഒരു ഇക്വേഷൻ, അതിൽ നമുക്ക് Q² എഴുതുമ്പോൾ നമുക്ക് E മൈനസ് H ലെഫ്റ്റിലോട്ട് വരും, ഇൻറ്റു എന്താണ് E മൈനസ് H ഇൻറ്റു 2gB²H². സോ അതിനെ നമുക്ക് Q കണ്ടുപിടിക്കാം. Q² കിട്ടി, Q കണ്ടുപിടിക്കാം, റൂട്ട് എടുക്കാം അല്ലേ. റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് ഫൈനലി B ഇൻറ്റു റൂട്ട് ഓഫ് 2gEH² മൈനസ് H³ എന്ന് വരും. സോ അപ്പോൾ ഇതിനകത്ത് നമുക്ക് വേരിയബിളായിട്ട് വരുന്നത് H വരുന്ന ടേംസ് ആണല്ലേ, അതായത് E ഇൻറ്റു H² മൈനസ് H³. ഈ ഒരു ഡിസ്ചാർജ് Q ഈസ് ഈക്വൽ ടു ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടി. അതിനകത്ത് നമുക്ക് ഡിസ്ചാർജ് മാക്സിമം ആകണമെങ്കിൽ നമ്മൾ ഡിഫറൻഷിയേറ്റ് ടു 0 എടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ വേരിയബിളായിട്ട് വരുന്ന EH² മൈനസ് H³ ആണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ഡെപ്ത് H ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. ഫോർ മാക്സിമം ഡിസ്ചാർജ് d/dh ഓഫ് EH² മൈനസ് H³ ഈക്വൽ ടു 0. അതാണെന്ത് മാക്സിമം ഡിസ്ചാർജ്. കാരണം ബാക്കിയുള്ളതൊക്കെ കോൺസ്റ്റൻ്റ് ആണ്. വിഡ്ത്ത് ഓഫ് ചാനൽ കോൺസ്റ്റൻ്റ് ആണ്, 2gയും കോൺസ്റ്റൻ്റ് ആണ്. വേരിയബിളായിട്ട് വരുന്നത് എന്താണ്, EH² മൈനസ് H³ ആണ് വേരിയബിളായിട്ട് വരുന്നത്. ഓക്കെ, സോ d/dh ഓഫ് EH² മൈനസ് H³ ഈക്വൽ ടു 0 ഫോർ മാക്സിമം ഡിസ്ചാർജ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്, ഡിഫറൻഷിയേറ്റ് ചെയ്യുക, 2EH മൈനസ് 3H² ഈക്വൽ ടു 0 എന്ന് വരും. സോ ഈ ഒരു ഡിഫറൻഷിയേറ്റ് ചെയ്തതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും, ഒന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ E ഈസ് ഈക്വൽ ടു 3H/2 എന്ന് കിട്ടും. എനർജി ഈസ് ഈക്വൽ ടു 3/2 ഓഫ് ഡെപ്ത് ഓഫ് ഫ്ലോ H. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ നമ്മൾ എവിടെയോ കണ്ടിട്ടുണ്ടല്ലേ, ഇപ്പോൾ തൊട്ട് മുമ്പ് നമ്മൾ കണ്ടല്ലോ. ബട്ട് ഇക്വേഷൻ 16.25 സ്പെസിഫിക് എനർജി ഈസ് മിനിമം വെൻ ഇറ്റ് ഈസ് ഈക്വൽ ടു 3/2 ടൈംസ് ദ വാല്യൂ ഓഫ് ഡെപ്ത് ഓഫ് ക്രിട്ടിക്കൽ ഫ്ലോ. സോ 3/2 ടൈംസ് HC ആണെന്ത് സ്പെസിഫിക് എനർജി. നേരത്തെ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോഴും മിനിമം സ്പെസിഫിക് എനർജി കണ്ടുപിടിക്കാൻ 3/2 HC യൂസ് ചെയ്തല്ലോ. അപ്പോൾ അവിടെ നമുക്ക് എന്ത് കിട്ടി, സ്പെസിഫിക് എനർജി ഈസ് ഈക്വൽ ടു സ്പെസിഫിക് എനർജി മിനിമം ആകുമ്പോൾ ആ മിനിമം സ്പെസിഫിക് എനർജീൻ്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെയായിരുന്നു കിട്ടിയത്, നമ്മളതിനെ ഇൻ ടേംസ് ഓഫ് ക്രിട്ടിക്കൽ ഡെപ്ത് എഴുതിയപ്പോൾ മിനിമം സ്പെസിഫിക് എനർജി ഈ മിനിമം ഈസ് ഈക്വൽ ടു എന്താണ് 3/2 HC എന്ന് കിട്ടി. അപ്പോൾ ഈ ഒരു പറഞ്ഞ 16.25 എന്നുള്ള ഇക്വേഷൻ ആയിരുന്നു അത്. അപ്പോൾ നമുക്ക് ഹിയർ ഇൻ ഇക്വേഷൻ 1 ദ സ്പെസിഫിക് എനർജി ഈസ് ഈക്വൽ ടു എന്താണ് 3/2 ടൈംസ് ദ ഡെപ്ത് ഓഫ് ഫ്ലോ. Thus equation 1 represents the minimum specific energy and H is the critical depth. ഓക്കെ,
അപ്പോൾ 3/2 ടൈംസ് എച്ച് ആണ്. അപ്പോൾ ഇവിടെ എന്താണ് ഈ ഒരു ഇക്വേഷൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്താണ്? മിനിമം സ്പെസിഫിക് എനർജി ആണ്. അതുപോലെ തന്നെ എച്ച് എന്താണ്? ക്രിട്ടിക്കൽ ഡെപ്തും ആണ്. ഹെൻസ് ദ കണ്ടീഷൻ ഫോർ മാക്സിമം ഡിസ്ചാർജ് ഫോർ ഗിവൺ വാല്യൂ ഓഫ് സ്പെസിഫിക് എനർജി ഈസ് ദാറ്റ് ദ ഡെപ്ത് ഓഫ് ഫ്ലോ ഷുഡ് ബി ക്രിട്ടിക്കൽ. അപ്പോൾ മാക്സിമം ഡിസ്ചാർജിനുള്ള കണ്ടീഷൻ എന്താണ് ഇവിടെ? ഡെപ്ത് ഓഫ് ഫ്ലോ എന്തായിരിക്കണം? ക്രിട്ടിക്കൽ ആയിരിക്കണം. സോ ഇങ്ങനെ നമുക്കൊരു കണ്ടീഷൻ കിട്ടി. നമുക്ക് ഓൾറെഡി അറിയാം സ്പെസിഫിക് എനർജി മിനിമം ആകുമ്പോൾ 3/2 ടൈംസ് എച്ച് സി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡെപ്ത് ഓഫ് ഫ്ലോ ക്രിട്ടിക്കൽ ആണെങ്കിൽ, ക്രിട്ടിക്കൽ ഡെപ്ത് ആണെങ്കിലാണ് എന്ത് വരുന്നത്? ഒരു ഗിവൺ സ്പെസിഫിക് എനർജിക്ക് മാക്സിമം ഡിസ്ചാർജ് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു റിലേഷൻസ് ഒക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ഏത് കണ്ടീഷനിലാണ് മാക്സിമം ഡിസ്ചാർജ് കിട്ടുക? ആ കണ്ടീഷൻ എന്താണ്? ക്രിട്ടിക്കൽ ഡെപ്ത് ഉള്ള കണ്ടീഷനാണ്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കുകയാണ്, ഒരു പ്രോബ്ലത്തിൽ മാക്സിമം ഡിസ്ചാർജ് കാണാൻ പറഞ്ഞാൽ ഒബ്വിയസ്ലി നമുക്ക് അറിയണം എന്ത്? ക്രിട്ടിക്കൽ ഡെപ്ത് ഉള്ള കേസിലാണ് മാക്സിമം ഡിസ്ചാർജ് ഒരു ഗിവൺ സ്പെസിഫിക് എനർജിയിൽ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ മാക്സിമം ഡിസ്ചാർജ് കാണുമ്പോൾ ക്രിട്ടിക്കൽ ഡെപ്ത് യൂസ് ചെയ്യണം. ഓക്കെ, അതാണ് അതിൻ്റെ മീനിങ്. ഇപ്പോൾ ഒരു പ്രോബ്ലം ചോദിക്കുകയാണ്. ഇപ്പോൾ ഇതിനകത്തൊരു പ്രോബ്ലം പറഞ്ഞിട്ടുണ്ടെന്നാണ്, ദ സ്പെസിഫിക് എനർജി ഫോർ എ 3 meter വൈഡ് ചാനൽ ഈസ് ടു ബി 3 kg/kg. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സ്പെസിഫിക് എനർജി ഇങ്ങനെ കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പെർ യൂണിറ്റ് വെയിറ്റ് ആണല്ലേ, എനർജി പെർ യൂണിറ്റ് വെയിറ്റ് ആണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഈ കിലോഗ്രാം മീറ്റർ എന്താണ്? അപ്പോൾ നമ്മൾ പറഞ്ഞു മാസ് ഇൻറ്റു ഡിസ്റ്റൻസ്. വർക്ക് ഡണിൻ്റെയും എനർജീൻ്റെയും സെയിം മീനിങ് ആണല്ലേ. കപ്പാസിറ്റി ടു ഡു വർക്കാണ് എനർജി. ഇപ്പോൾ വർക്ക് എന്ന് പറയുന്നത് മാസ് ഇൻറ്റു അല്ലെങ്കിൽ മാസ് ഇൻറ്റു ഡിസ്റ്റൻസ്. അപ്പോൾ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ഒക്കെ നമ്മൾ പറയും അല്ലേ. അപ്പം ആ ഒരു സംഭവം തന്നെയാണ് നമ്മളിത് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ മാസ് കിലോഗ്രാം ആണ് ഇൻറ്റു ഡിസ്റ്റൻസ് എന്താണ്? എം. പെർ യൂണിറ്റ് വെയിറ്റ് ആണ്. അപ്പോൾ നമ്മൾ എക്സ്പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ്. പക്ഷേ ഇവിടെ മുകളിലൊരു കിലോഗ്രാം ഉണ്ട്, ഡിവൈഡ് ബൈ 1 കിലോഗ്രാം വരുന്നുണ്ട്. അപ്പോൾ ആ കിലോഗ്രാം നമ്മൾ എടുക്കുന്നില്ല. അല്ലെങ്കിൽ നമുക്ക് എനർജി ഈസ് ഈക്വൽ ടു 3/2 എച്ച് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് ശരിക്കും? എച്ച് എന്ന് പറയുന്നത് ഡെപ്ത് ഓഫ് ഫ്ലോ ആണ്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഡെപ്ത് എന്ന് പറയുമ്പോൾ ഒരു ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ് തന്നെ വരുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് 3 meter എന്ന് തന്നെ വരും. ഇവിടെ വിഡ്ത്ത് 3 meter ആയിട്ടുണ്ട്. എനർജി നമുക്ക് 3 kg/m/kg വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് എന്താ എഴുതാം? 3 meter എന്ന് എഴുതാം അല്ലേ. സോ അപ്പോൾ അതിൻ്റെ യൂണിറ്റ് എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് അങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതുള്ളത് മാത്രം മനസ്സിലാക്കുക. വർക്ക് ഡൺ തന്നെയാണ് എന്ത് എനർജി എന്ന് പറയുന്നത്. വർക്ക് ഡൺ എന്ന് പറയുന്നത് നമ്മൾ എന്താണ്? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ പറയും. ഒരു മാസ് ആണെങ്കിൽ മാസ് ഇൻറ്റു എത്ര മൂവ് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു കേസിൽ അങ്ങനെയാണ് നമ്മൾ എനർജി പറയുന്നത് അല്ലേ. സോ അവിടെ നമുക്ക് പെർ യൂണിറ്റ് വെയിറ്റ് കൂടെയാണ് ഇവിടെ എടുക്കുന്നത്. കപ്പാസിറ്റി ടു ഡു വർക്ക് ആണെന്ത്? എനർജി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫോർ ദ ഗിവൺ വാല്യൂ ഓഫ് സ്പെസിഫിക് എനർജി ദ ഡിസ്ചാർജ് വിൽ ബി മാക്സിമം. എങ്ങനെയാണ് ഡിസ്ചാർജ് മാക്സിമം ആവുന്നത്? വെൻ ഡെപ്ത് ഓഫ് ഫ്ലോ ഈസ് ക്രിട്ടിക്കൽ. ക്രിട്ടിക്കൽ ഡെപ്ത് ആകുമ്പോൾ അല്ലെങ്കിൽ ഡെപ്ത് ഓഫ് ഫ്ലോ ക്രിട്ടിക്കൽ ആകുമ്പോൾ, ക്രിട്ടിക്കൽ ഫ്ലോയിൻ്റെ കേസിലാണെന്ത്? ഗിവൺ വാല്യൂ ഓഫ് സ്പെസിഫിക് എനർജിയിൽ മാക്സിമം ഡിസ്ചാർജ് കിട്ടുന്നത്. ക്രിട്ടിക്കൽ ഫ്ലോ ഉള്ള സമയത്താണ് എന്ത് കിട്ടുന്നത്? മാക്സിമം ഡിസ്ചാർജ് കിട്ടുന്നത് എന്നുള്ളതാണ് അതിൻ്റെ മീനിങ് അല്ലേ. സോ എച്ച് സി ഈസ് ഈക്വൽ ടു എന്താണ്? 2/3 ഇ. ഓക്കെ, എച്ച് സി ഈക്വൽ ടു ഇ ഈസ് ഈക്വൽ ടു 3/2 എച്ച് ആണ്. അല്ലെങ്കിൽ ഈ മിനിമം ഈസ് ഈക്വൽ ടു 3/2 എച്ച് സി ആണെങ്കിൽ എച്ച് സി ഈസ് ഈക്വൽ ടു 2/3 ഇ എന്ന് കിട്ടും. സോ 2/3 ഇ എന്താണ്? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 3 എന്ന്. അപ്പോൾ 2/3 ഇൻറ്റു 3 ചെയ്യുമ്പോൾ 2 meter എന്ന് ക്രിട്ടിക്കൽ ഡെപ്ത് നമുക്ക് കിട്ടും. സോ ക്രിട്ടിക്കൽ ഡെപ്ത് കിട്ടി. ഇനി മാക്സിമം ഡിസ്ചാർജ് ഈസ് ഈക്വൽ ടു ഏരിയ ഇൻറ്റു വെലോസിറ്റി. ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ബി ഇൻറ്റു ഡെപ്ത് ഓഫ് ഫ്ലോ ആണ് ഇൻറ്റു വെലോസിറ്റി. ഡെപ്ത് ഓഫ് ഫ്ലോ എന്താണ്? മാക്സിമം ഡിസ്ചാർജിൻ്റെ കേസിൽ ഡെപ്ത് ഓഫ് ഫ്ലോ എച്ച് അല്ല എച്ച് സി. ക്രിട്ടിക്കൽ ഡെപ്ത് ആകുമ്പോഴാണ് മാക്സിമം ഡിസ്ചാർജ് വരുന്നത്. അപ്പോൾ നമുക്ക് ഏരിയ ഇൻറ്റു വെലോസിറ്റിയിൽ ബി ഇൻറ്റു ഡെപ്ത് ഓഫ് ഫ്ലോ, വിത്ത് ഇൻറ്റു ഡെപ്ത് ഓഫ് ഫ്ലോ നമുക്ക് ക്രിട്ടിക്കൽ ഡെപ്ത് കൊടുക്കാം. ബി ഇൻറ്റു എച്ച് സി ഇൻറ്റു വി സി. ഓക്കെ, നമുക്ക് വി സി അറിയണം അല്ലേ. വി സി അറിയാൻ നമുക്ക് ഇക്വേഷൻ അറിയാമല്ലോ. ക്രിട്ടിക്കൽ വെലോസിറ്റി ഈസ് ഈക്വൽ റൂട്ട് ഓഫ് ജി ഇൻറ്റു എച്ച് സി. അവിടെ നമുക്ക് എച്ച് സി ആവശ്യമാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ക്രിട്ടിക്കൽ വെലോസിറ്റി കിട്ടി. ഇനി ഡിസ്ചാർജ്, മാക്സിമം ഡിസ്ചാർജ് കണ്ടുപിടിക്കാൻ നമുക്ക് യൂസ് ചെയ്യേണ്ട ഡെപ്ത് ഓഫ് ഫ്ലോ എന്താണ്? ക്രിട്ടിക്കൽ ഡെപ്ത് ആണ്. സോ അതുകൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് മാക്സിമം ഡിസ്ചാർജ് കിട്ടി. ഇനി ഇതുപോലെ തന്നെ ഒരു പ്രോബ്ലം കൂടെ പറഞ്ഞിട്ടുണ്ട് 16.37-ൽ. സോ അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ പറഞ്ഞ കൺസെപ്റ്റൊക്കെ യൂസ് ചെയ്യുക. അപ്പോൾ ആൾട്ടർനേറ്റ് ഡെപ്ത് കണ്ടുപിടിക്കാനാണ് പറയുന്നത് അല്ലേ. സോ അപ്പോൾ ഇവിടെ മിനിമം സ്പെസിഫിക് എനർജി അല്ല. സ്പെസിഫിക് എനർജി മിനിമം സ്പെസിഫിക് എനർജിയെക്കാളും അല്ലെങ്കിൽ ക്രിട്ടിക്കൽ മിനിമം സ്പെസിഫിക് എനർജിയെക്കാളും പിന്നെ അങ്ങോട്ട് ഇൻക്രീസ് ചെയ്യുന്ന എല്ലാ സ്പെസിഫിക് എനർജിക്കും 2 പോയിൻറ്റ്സ് നമുക്ക് സ്പെസിഫിക് എനർജി കർവ് നിന്ന് കിട്ടുന്നുണ്ട്. 2 ഡെപ്ത് വരുന്നുണ്ട്. അതാണ് ഇവിടെ ആൾട്ടർനേറ്റ് ഡെപ്ത് കണ്ടുപിടിക്കാൻ പറയുന്നത്. സോ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്താണ്? ഇ തന്നിട്ടുണ്ടല്ലോ. ഇവിടെ ന്യൂട്ടൺ മീറ്റർ പെർ ന്യൂട്ടൺ. അപ്പോൾ ഇവിടെ എസ് ഐ യൂണിറ്റ് ആണ് ന്യൂട്ടൺ. സോ അപ്പോൾ അങ്ങനെ തന്നിട്ടുണ്ട്. സോ അപ്പോൾ നമുക്ക് അതിനകത്ത് ഇ ഈസ് ഈക്വൽ ടു 4 meter കിട്ടി.
നമുക്ക് വെലോസിറ്റി ഡിസ്ചാർജ് തന്നിട്ടുണ്ട്. സോ ഡിസ്ചാർജ് ബൈ ഏരിയ ചെയ്ത് കഴിഞ്ഞാൽ റെക്റ്റാങ്കുലർ ചാനലാണ് ചെയ്യുമ്പോൾ വെലോസിറ്റി കിട്ടി. സോ അതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സ്പെസിഫിക് എനർജി കിട്ടും. സോ സ്പെസിഫിക് എനർജിൻ്റെ ഇക്വേഷനിൽ നമുക്ക് എന്താണ്, അതിൽ നമുക്ക് എന്താ എച്ച് കണ്ടുപിടിക്കുകയാണ്.